ഛത്തീസ്ഗഡിൽ IED സ്ഫോടനത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. സുക്മ ജില്ലയിൽ തിങ്കളാഴ്ചയാണ് സ്ഫോടനമുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ഭീകരർ സ്ഥാപിച്ച ഇംപ്രോവൈസ്ഡ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരു അഡീഷണൽ സൂപ്രണ്ട് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായി ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയാണ് സ്ഥിരീകരിച്ചത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. CPI മാവോയിസ്റ്റ് ജൂൺ 10 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി അയച്ച കാൽനട പട്രോളിംഗ് സംഘമാണ് IED സ്ഫോടനത്തിന് ഇരയായത്. സുക്മ ജില്ലയിലെ കോണ്ട എറാബൂർ റോഡിലെ ഡോൺറയ്ക്ക് സമീപം കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ പ്രഷർ IED സ്ഫോടനത്തിൽ കോണ്ട ഡിവിഷനിലെ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ആകാശ് റാവു ഗിർപുഞ്ചയാണ് വീരമൃത്യു വരിച്ചത്. സ്ഫോടനത്തിൽ കോണ്ട SDPOയ്ക്കും ലോക്കൽ സ്റ്റേഷൻ ഇൻചാർജിനും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുള്ളതായി ഛത്തീസ്ഗഡ് പോലീസ് വ്യക്തമാക്കി. ജൂൺ 10 ബന്ദിന് മുന്നോടിയായി മുൻകരുതലുകൾ നടപടിയായി സെൻസിറ്റീവ് മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ കോമ്പിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഛത്തീസ്ഗഡ് പോലീസ് അറിയിച്ചു. മാത്രമല്ല, ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലെ ഇന്ദ്രാവതി ദേശീയോദ്യാന പ്രദേശത്ത് നടന്ന ഓപ്പറേഷനിൽ കേന്ദ്ര കമ്മിറ്റി അംഗം സുധാകർ, മറ്റൊരു ഉന്നത കമാൻഡർ ഭാസ്കർ എന്നിവരുൾപ്പെടെ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി ബസ്തർ പോലീസ് ശനിയാഴ്ച അറിയിച്ചിരുന്നു. മാവോയിസ്റ്റുകളുടെ പ്രത്യയശാസ്ത്ര തലവൻ സുധാകറിനെ വ്യാഴാഴ്ചയും തെലങ്കാന സംസ്ഥാന കമ്മിറ്റി അംഗം ഭാസ്കറിനെ വെള്ളിയാഴ്ചയും വെടിവെച്ചു കൊന്നു. രാത്രി മുഴുവൻ ഏറ്റുമുട്ടൽ തുടരുകയാണുണ്ടായത്. ശനിയാഴ്ച 5 കേഡർമാരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. അവരിൽ 2 പേർ സ്ത്രീകളാണ്. അവരെ തിരിച്ചറിയാൻ പോലീസ് ശ്രമിക്കുകയാണ്. തെലങ്കാന സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസ് ഇൻചാർജ് ബണ്ടി പ്രകാശ് ഉൾപ്പെടെയുള്ള മറ്റ് ഉന്നതതല മാവോയിസ്റ്റ് പ്രവർത്തകരെ ഏറ്റുമുട്ടൽ മേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. CPI ജനറൽ സെക്രട്ടറി ബസവരാജുവിന്റെ ഏറ്റുമുട്ടൽ കൊലപാതകത്തെ തുടർന്ന് മേഖലയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള നിർണായകമായ മാവോയിസ്റ്റ് ശ്രമം സുരക്ഷാസേന പരാജയപ്പെടുത്തിയതായിട്ടും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. തീവ്രവാദികളുടെ വെടിയുണ്ടകളോടും അപകടകരമായ കുന്നിൻ പ്രദേശങ്ങളോടും മാത്രമല്ല, കാട്ടിലെ പാമ്പുകളോടും മറ്റ് ഭീഷണികളോടും സുരക്ഷാസേന പോരാടുകയാണ്. 7 മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കിയതായി ബസ്തർ റേഞ്ച് IG P സുന്ദർരാജ് പ്രഖ്യാപിച്ചു. ഏറ്റുമുട്ടൽ മേഖലകളിൽ നിന്ന് 2 AK-47 റൈഫിളുകൾ ഉൾപ്പെടെ വലിയൊരു ആയുധശേഖരം പിടിച്ചെടുത്തുവെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അവശേഷിക്കുന്ന കലാപകാരികളെ തുരത്താനും പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കാനും ഇടതൂർന്ന വനപ്രദേശത്ത് തിരച്ചിൽ പ്രവർത്തനങ്ങളും പ്രദേശ ആധിപത്യ വ്യായാമങ്ങളും തുടരുകയാണ്. കുറച്ച് ഉദ്യോഗസ്ഥർക്ക് പാമ്പുകടിയേറ്റും തേനീച്ച കുത്തേറ്റും ഗുരുതരമായ നിർജ്ജലീകരണം അനുഭവപ്പെട്ടു. പക്ഷേ സൈന്യം അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റ എല്ലാ ഉദ്യോഗസ്ഥരും നിലവിൽ സ്ഥിരതയുള്ള ആരോഗ്യസ്ഥിതിയിലാണ്. വൈദ്യസഹായം ലഭിക്കുന്നുണ്ട് എന്നും സുന്ദർരാജ് വ്യക്തമാക്കി. ജൂൺ 5 മുതൽ 7 വരെ തുടർച്ചയായി 3 ദിവസങ്ങളിലായി ഉയർന്ന തീവ്രതയുള്ള ഏറ്റുമുട്ടലുകൾ നടന്നു. ബഷാർ കൊല്ലപ്പെട്ട ഏറ്റുമുട്ടൽ ഏറ്റവും ഭീകരമായിരുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. ചില ഉന്നത മാവോയിസ്റ്റ് കമാൻഡർമാരുടെ സ്ഥാനം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് വ്യാഴാഴ്ച സുന്ദർരാജ് പറഞ്ഞിരുന്നു. ബുധനാഴ്ച രാത്രിയിൽ സംഘർഷത്തെ തടയാൻ ജില്ലാ റിസർവ് ഗാർഡുകളും പ്രത്യേക ടാസ്ക് ഫോഴ്സും CRPFന്റെ കോബ്ര കമാൻഡുകളും പുറപ്പെട്ടു. അവർ ഒളിഞ്ഞു നോക്കാൻ കാൽനടയായി പോയത് പിറ്റേന്ന് രാവിലെ മാവോയിസ്റ്റുകളെ പൂർണ്ണമായും അത്ഭുതപ്പെടുത്തി. കലാപകാരികൾ ചിതറിപ്പോയപ്പോൾ സൈന്യവും വ്യാപിച്ചു. വലിയൊരു കാട്ടിൽ വെടിവയ്പ് ആരംഭിച്ചു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം സമീപ വർഷങ്ങളിലെ റെഡ് കോറിഡോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഒന്നാണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. കൂടുതൽ വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ സുധാകർ മാവോയിസ്റ്റുകളുടെ റവല്യൂഷണറി പൊളിറ്റിക്കൽ സ്കൂളിന്റെ ചുമതല വഹിച്ചിരുന്നു. ഏകദേശം 4 പതിറ്റാണ്ടായി വിമത സംഘടനയിൽ ഉണ്ടായിരുന്നു. ജനുവരി 21 ചൽപതി എന്ന ജയ്റാം, മെയ് 21 ബസവരാജു എന്നിവർക്ക് ശേഷം ഈ വർഷം ബസ്തറിൽ കൊല്ലപ്പെടുന്ന 3ാമത്തെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.